ബ്ലോഗ് ആശയവിനിമയത്തിന്റെ പുത്തൻ മാധ്യമം. കഥ, കവിത, ടെക്നോളജി എന്നതിനപ്പുറം ബ്ലോഗിൽ ഇപ്പോൾ ആത്മീയത മുന്നേറുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിത കാലഘട്ടത്തെ പുനരവതരിപ്പിക്കുന്ന സാർത്ഥവാഹക സംഘം എന്ന പേരിലുള്ള ബ്ലോഗിന് വൻ ജനപ്രീതിയാണ് ലഭിച്ചിരിക്കുന്നത്. പാത്വേ ടു മദീന .blogspot.com എന്ന ബ്ലോഗിൽ പ്രവാചക ജീവിതത്തിന്റെ നേർക്കാഴ്ചകളും ഇസ്ലാമിക സംസ്കാരത്തിന്റെ ചരിത്രവും പ്രാധാന്യവുമെല്ലാമാണ് വായനക്കാർക്ക് പകർന്നു നൽകുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന മലപ്പുറം മാറാക്കര സ്വദേശി ഇത്തിരിവട്ടം എന്ന ബ്ലോഗ് നാമത്തിൽ അറിയപ്പെടുന്ന റഷീദ് ചാലിലാണ് ഈ ബ്ലോഗിന് പിന്നിൽ. ജബലലിയിലെ ഒരു കമ്പനിയിലെ IT സെക്ഷനിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. തന്റെ ആദ്യ ബ്ലോഗ് പോസ്റ്റിന് ലഭിച്ച വൻ പ്രതികരണമാണ് പിന്നീട് 26 പോസ്റ്റുകളിലേക്ക് ഇത് വളർന്നതെന്ന് റഷീദ് പറയുന്നു. പ്രത്യേകിച്ചും മദീന എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം പ്ലേസാണ്. ചെറുപ്പത്തിലുള്ള വായന, പഠനം, മറ്റു കാര്യങ്ങളൊക്കെ വഴി മനസ്സ് കുടിയേറിയൊരു സ്ഥലം. അതിനെപ്പറ്റി പലരോടും സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ട് അതൊരു ബ്ലോഗാക്കിയിട്ട് എഴുതിക്കൂടാന്ന്. അങ്ങനെയാണ് 2007 മാർച്ചിൽ ഇതുപോലെ ഒരു പാർട്ട് ജസ്റ്റ് പബ്ലിഷ് ചെയ്തത്. പക്ഷെ അതിന് കിട്ടിയ പ്രതികരണം വളരെ അത്ഭുതകരമായിരുന്നു. ധാരാളം ആളുകൾ വിളിച്ചു, ധാരാളം ആളുകൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ്, പലർക്കും ഇതൊരു പുതിയ സബ്ജക്റ്റാണ്, അപ്പോൾ അതൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു പാർട്ട് എഴുതി തുടങ്ങിയതാണ് പിന്നെ 26 ഭാഗങ്ങളായിട്ട് മാറി. ഇന്നേ വരെ മദീന സന്ദർശിക്കാൻ അവസരം കൈവന്നിട്ടില്ലാത്ത ഒരാൾ തന്റെ വായനയിലൂടെയും അറിവിലൂടെയും സ്വരുക്കൂട്ടിയ ഓർമ്മചിത്രങ്ങളാണ് ഈ ബ്ലോഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായനക്കാരെ കൂടി യാത്രാ സംഘത്തിൽ അണിനിരത്താൻ പോകുന്ന അവതരണ ശൈലിയാണ് ഈ ബ്ലോഗിന്റെ പ്രത്യേകത. ഇസ്മായിൽ എന്ന വയോധികന്റെയും സയ്യിദ് എന്ന മദീന നിവാസിയുടെയും ഓർമ്മകളിലൂടെയാണ് ഈ തീർത്ഥാടക സംഘത്തിന്റെ പ്രയാണം. തന്റെ ബ്ലോഗ് പുസ്തകമാക്കി ഇറക്കണമെന്നാണ് റഷീദിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പിന്നെ പുസ്തകമാവുകയാണെങ്കിൽ ഒരു നല്ല ടീം ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പുസ്തകമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ട് ഒരു ലാഭവും പ്രതീക്ഷിക്കുന്നില്ല. അല്ലാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പുസ്തകമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രവാചകന്റെ ദൗത്യവും സന്ദേശവും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഈ ബ്ലോഗിന്റെ പ്രസക്തി വളരെ വലുതാണ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഇത്തിരിവട്ടം പരന്നൊഴുകുന്നത് ഓരോ വായനക്കാരനും ഇവിടെ തിരിച്ചറിയുന്നുണ്ട്.